3.25 ലക്ഷം കോടി 114 റഫാൽ വിമാനങ്ങൾ വാങ്ങാൻ തീരുമാനം. ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ കരാറിന് അനുമതി. ഫ്രാൻസിൽ നിന്ന് 114 റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള കരാറിന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അക്വിസിഷൻ കൗൺസിൽ അംഗീകാരം നൽകി. ഫ്രഞ്ച് പ്രസിഡന്റിന്റെ സന്ദർശനത്തിന് മുമ്പായാണ് നിർണായക തീരുമാനം. 3.25 ലക്ഷം കോടി രൂപയുടെ കരാറിന് പ്രതിരോധ വകുപ്പ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സമിതി നേരത്തെ അനുമതി നൽകിയിരുന്നു. വ്യോമസേനയ്ക്ക് 36 റഫാൽ വിമാനങ്ങൾ ഇന്ത്യ വാങ്ങിയിരുന്നു. നാവികസേനയ്ക്ക് 26 വിമാനങ്ങൾക്കുള്ള കരാറും നൽകി. ഇതിനു പുറമെ 114 വിമാനങ്ങൾ കൂടി വാങ്ങുന്നത് വ്യോമസേനയുടെ കരുത്ത് കൂട്ടും. 20 വിമാനങ്ങൾ ഫ്രാൻസ് നിർമ്മിച്ച് ഇന്ത്യക്ക് നൽകും. ബാക്കിയുള്ള വിമാനങ്ങൾ ഇന്ത്യയിലാകും നിർമ്മിക്കുക. 2021 ഒപ്പിട്ട 83 വിമാനങ്ങളുടെ കരാർ അനുസരിച്ച് 2024 ഫെബ്രുവരിയിൽ തന്നെ വിമാനങ്ങൾ നൽകി തുടങ്ങേണ്ടതായിരുന്നു. എന്നാൽ എഞ്ചിൻ വിതരണം, സോഫ്റ്റ്വെയർ ഇൻ്റഗ്രേഷൻ, ടെസ്റ്റിംഗ് എന്നിവയിലെ പ്രശ്നങ്ങൾ കാരണം സമയപരിധി ആവർത്തിച്ച് മാറ്റിവച്ചു. ആദ്യ ബാച്ച് കൈമാറിയാലും സർട്ടിഫിക്കേഷൻ, ട്രയൽസ്, ഇൻഡക്ഷൻ പ്രക്രിയകൾക്ക് കുറഞ്ഞത് 6 മാസമെങ്കിലും വേണമെന്നാണ് വ്യോമസേനയുടെ കണക്കുകൂട്ടൽ. അതിനാൽ 2026 പകുതിയാകും വരെ വിമാനങ്ങൾ പ്രവർത്തനക്ഷമമാകില്ലെന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നു. ഇതോടെയാണ് 114 റഫാൽ വിമാനങ്ങൾ വാങ്ങാനുള്ള നീക്കം തുടങ്ങിയത്. നിലവിൽ ഇന്ത്യൻ വ്യോമസേനയിൽ അംബാലയിലെ ഗോൾഡൻ ആരോസ്, ബംഗാളിലെ ഹാഷിമാരയിലുള്ള ഫാൽക്കൺസ് എന്നീ 2 റഫാൽ വിമാനങ്ങളാണുള്ളത്. പുതിയ വിമാനങ്ങൾ എത്തുന്നതോടെ സേനയുടെ ശക്തി ഗണ്യമായി വർദ്ധിക്കും. ഫ്രഞ്ച് നിർമ്മാതാക്കളായ ദസോ ഏവിയേഷൻ പ്രാദേശിക ഉൽപ്പാദനത്തിനും അസംബ്ലിങ്ങിനുമായി ഇന്ത്യൻ സ്വകാര്യ മേഖലയിലെ കമ്പനികളുമായി പങ്കാളികളാകാൻ സാധ്യതയുണ്ട്. ഇത് തദ്ദേശീയമായ വിമാന നിർമ്മാണ ശേഷി വർദ്ധിപ്പിക്കും.